ഇടുക്കിയിൽ നിന്നും ജെയിനസ് രാജുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി. ഇടുക്കി ഏറ്റവും കൂടുതൽ മഴ ദുരിതമുണ്ടായ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ്. ഉരുൾപൊട്ടലടക്കമുണ്ടായി ഈ ജില്ലയിൽ വിവിധയിടങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ നമ്മൾ കണ്ടു. വെള്ളപ്പൊക്കം രൂക്ഷമായ പ്രദേശങ്ങളും കണ്ടു. ജെയിൻ, എന്താണ് നിലവിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലക്കോടാണ്. ആലക്കോട് 4-ാം വാർഡിലാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 2 വീടുകളുണ്ടായിരുന്നു. ആ 2 വീടുകൾ ഇപ്പോൾ ഇവിടെ കാണാനില്ല. മൂന്നാമതൊരു വീടുള്ളത് ഏത് സമയത്തും താഴേക്ക് പതിക്കാവുന്ന തരത്തിലാണ്. ഈ വീടുകളിൽ ആളുകളുണ്ടായിരുന്നു, ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയുള്ള ജനപ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ സമയത്ത് ഇന്നലെ ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്? ഇന്നലെ ഏകദേശം ഒരു 2:25 കൂടിയാണ് ആ ഏറ്റവും മേളത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞത്. പൂച്ച പരിക്കാത്തത് ഭയങ്കര ബഹളമായിരുന്നു രാത്രിയിൽ. അപ്പോൾ എന്നാന്ന് അറിയാൻ വേണ്ടി നോക്കിയാൽ ഭയങ്കര ഈ കുടുങ്ങിപ്പോലെ ഭയങ്കര സൗണ്ട് കേട്ടുന്നു, ഇങ്ങനെ വന്നങ്ങ് പോകുന്നതായിട്ട്. അപ്പോൾ അവർ ഇറങ്ങി നോക്കിയപ്പം ആ വീടിൻ്റെ മുറ്റം താഴോട്ടില്ല. അപ്പം അവരുടെ വീട്ടിൽ കണക്ഷനുണ്ട്. ഈ താഴെ 2 വീടിൻ്റെ ഈ കണക്ഷൻ പോയിട്ട് ഈ 2 ഉത്തരം ഇരുട്ടായിപ്പോയി. ഈ വീട്ടിലെ ചേട്ടൻ മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ പിന്നെ മണ്ണിനടിയിലായിപ്പോയി. അപ്പോൾ ആ വീടിൻ്റെ ഒരു പോർഷൻ പോയി മണ്ണിടിപ്പോയി. പുള്ളി എങ്ങനെയോ വലിച്ചൂരിയെടുത്ത് വീടിൽ കൂടെ ഓടി കരട്ട് പിടിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. പിന്നെ കാലിന് ഫ്ലാക്ചറുണ്ട്. അപ്പം MLA എല്ലാവരും പോയി കണ്ടപ്പം കുഴപ്പമില്ല, എക്സ്റേ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ തൊട്ടപ്പുറത്തുള്ള ഷൈല ബിനു താമസിക്കുന്നത്. ഷൈലയുടെ ഹസ്ബൻഡ് ബിനുവാണ്. ബിനുവിന് മേലെല്ലാം ഇങ്ങനെ കണ്ടമാനം തൊലിയൊക്കെ പോയി. ഈ മാവിൻ്റെ കമ്പും ഇതെല്ലാം കൂടെ ഒന്ന് വീണാൻ തോന്നുന്നു. തൊലിയും പുറത്ത് ഒത്തിരി കുറേ മുറിവുണ്ട്. അവരെയും കൊണ്ടുപോയി രാത്രി തന്നെ ആശുപത്രി കൊണ്ടുപോയി. 2 പേർക്കാണോ പരിക്കേറ്റത്? 2 പേർക്കാണ് പരിക്കേറ്റത്. ഇപ്പം നിലവിൽ അവർ ഒരാൾ ആശുപത്രിയിലും ഒരാളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാതെ ഒന്നുകൂടെ പോകണം തോന്നുന്നു. ഇവരിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പം നിലവിൽ ഇവരെ താഴെ അംഗൻവാടിയുടെ കെട്ടിടത്തിലേക്കാണ് ക്യാമ്പ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം അന്നേരത്തെ സാഹചര്യത്തിൽ ഇനി നമുക്കവിടെ ഒരു ബ്ലോക്കിൻ്റെ കെട്ടിടം അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങോട്ട് ബിൽഡിങ്ങിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി നടന്നു. ഇവിടെ ഇനിയും അപകട ഭീഷണിയിൽ വീടുകളുണ്ടോ? ഉണ്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ ഏറ്റവും മുകളിൽ വീടുകളിൽ താമസിച്ചിരുന്ന ആളുകളുണ്ട്. അവരിലേക്ക് കൂടി നമുക്ക് പോകാം. വലിയൊരു ദുരന്തമാണ് ഇവിടെ ഒഴിവായത് എന്ന് പറയാം. ഒരാൾ മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി. മറ്റുള്ളവർക്കും പരിക്കുകളുണ്ട്, പക്ഷേ ഗുരുതരമല്ലാതെ അവരൊക്കെ രക്ഷപ്പെട്ടു അല്ലേ? വലിയ 2 പേർക്ക് പരിക്കുണ്ടെന്നാണ് പറഞ്ഞത്. 2 പേർക്ക് പരിക്കുണ്ട്. ഒരു വീട് ഒരു വലിയ അപകട അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. 2 വീടുകൾ പരിപൂർണമായി നാശം വിതച്ചു. ഈ ആളുകളെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. പരിക്കുള്ള ആളാണ് കാണാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നമുക്ക് പാടുകളൊക്കെ കാണാം. കാലിൽ പരിക്കുണ്ട്, ദേഹത്ത് പരിക്കുണ്ട്. മണ്ണ് മേളിലേക്ക് വന്ന് പതിച്ചോ? എപ്പോഴാണ് സംഭവം ഉണ്ടായത്? 2:30 നിങ്ങൾ ഉണർന്നിരിക്കുമായിരുന്നു? ഉണർന്നായിരുന്നു. ഏറ്റവും മേളിലെ വീട്ടിലാണ് വീട്ടില്, ഏറ്റവും താഴത്തെ വീട്ടില്. ശബ്ദത്തിൽ കേട്ടോ? ഭയങ്കര ശബ്ദമായിരുന്നു, ഭയങ്കര മുഴക്കമായിരുന്നു. ഇത് കേട്ടാണ് ഏറ്റത്. ഇപ്പം ഞാൻ ഓടിയപ്പോഴത്തേനും വന്ന് വീണു. പടിയിൽ പോയത് ദേഹത്ത് മുഴുവനായി. ആളുകളൊക്കെ ഓടി വന്നു. വേറെ ആർക്കെങ്കിലും പരിക്കുണ്ടോ? വേറെ നമ്മുടെ അടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടൻ ആശുപത്രി കിടക്കുക, അഡ്മിറ്റാണ്. ഇവിടെ ഇങ്ങനെ മണ്ണിടിയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണെന്ന് നിങ്ങൾ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. മഴക്കെടുതിയുടെ വിവരങ്ങളാണ് നാടെങ്ങും നിന്നും വരുന്നത്. അതിന്റെ വിവരങ്ങളാണ് വേക്കപ്പ് കേരളത്തിലൂടെ നിങ്ങളോട് പങ്കുവച്ചതും.